ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അബൂബക്കറെ, ഇനി എന്റെയോ എന്റെ കുടുംബത്തിന് നേരെയോ നിന്റെ നിഴലെങ്ങാനും പതിഞ്ഞ പിന്നെ നിനക്ക് മാപ്പുണ്ടാവില്ല. അബൂബക്കറെ, കൊല്ലും ഞാൻ, കൊന്നുകളയും ഞാൻ. വിഷ്ണുവാണായി പറയുന്നേ. എന്നാൽ ഇന്ന് കടലിൽ കിടന്നുറങ്ങിയാലോ? ഉപ്പുവെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ വീർത്ത് നാളെ തീരത്തടിയുമ്പോ കാഴ്ചക്കാർക്ക് കാണാൻ ഒരു കൗതുകം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1, 2, 3 ഹാ തന്നെയും കൂടി ചേർത്ത് 4 ബോഡി കടൽക്കരയിൽ അടിഞ്ഞു എന്നുള്ള വാർത്ത കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോ അങ്ങനെ പൊങ്ങുകയാണെങ്കിൽ തന്റെ ഈ 2 കണ്ണും തന്റെ ഈ മുഖത്തുണ്ടാവില്ല. മീൻ കൊത്തിയെടുത്തുന്ന മഹസറിൽ രേഖപ്പെടുത്തു. പക്ഷെ കടലിലേക്ക് തള്ളുന്നതിന് മുമ്പ് ഞാനത് കുത്തിയെടുത്തിരിക്കും. കാരണം തന്റെ ഈ വൃത്തികെട്ട കണ്ണിന് സത്യം കാണാനുള്ള കഴിവില്ല. കേട്ട് വിശ്വസിക്കാണ് താനെല്ലാം, എന്നിട്ട് അതിലൂടെ സഞ്ചരിക്കും. പിന്നെ എന്തിനാടാ അബൂബക്കറെ തനിക്ക് ഈ കണ്ണ്? ഇതുവരെ എന്റെ വിശ്വാസങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. എന്റെ മകനെ നീ തന്നെയാ കൊന്നത്. അവന്റെ ബോഡി അവിടുന്ന് എടുത്തു മാറ്റിയതും നീ തന്നെയാ. അതുകൊണ്ട് ഇന്ന് നിന്റെ ബോഡി ഈ കടൽ മീനുകൾക്കുള്ളതാണ്. അത് ഉറപ്പിച്ചിട്ട് തന്നെയാടാ ഞാൻ ഇവന്മാരെയും കൂട്ടി വന്നിരിക്കുന്നേ. അതിനൊരു കുഴപ്പമുണ്ടല്ലോ അബൂബക്കറെ. എന്റെ ജാതകം എഴുതിയ ജ്യോത്സ്യരെ എന്റെ ആയുസിന്റെ ദൈർഘ്യം അല്പം കൂട്ടിയിട്ട് എഴുതിയിരിക്കുന്നേ. എന്നിട്ട് അതിൽ എഴുതി ചേർത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു പാഴ് ജന്മത്തിന്റെ കയ്യിൽ നിന്ന് മരണം സംഭവിക്കില്ല എന്നാ. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ, നിന്നെ പോലൊരുത്തന്റെ കൈകൊണ്ട് എന്റെ ആയുസിന് ഒരു വിഘ്നവും വരില്ല എന്ന്. അപ്പൊ പിന്നെ എങ്ങനെയാ 3 പേര് അത്യാവശ്യം നല്ല ഉപ്പുവെള്ളമൊക്കെ കുടിക്കാൻ മാത്രമല്ലേ വന്നിരിക്കുന്നേ? നീ വാക്കുകൾ കൊണ്ട് നേരിട്ടോ, ഞങ്ങള് കൈക്കരുത്ത് കൊണ്ട് നേരിട്ടോളാം. കരുതി തന്നെയാണ് വന്നിരിക്കുന്നേ. അപ്പൊ ഇറച്ചിയില് കടപ്പുറം മണ്ണ് പറ്റിക്കാൻ ഉറപ്പിച്ചോണ്ടുള്ള വരവാണ്. എന്നാ പിന്നെ പിടിച്ചോ അബൂബക്കറെ വിഷ്ണുവിന്റെ കുഞ്ഞി കുട്ടി കലാശം. Hey!
പന്നി എടോ തന്റെ മകനുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലടോ. ഇപ്പൊ വല്ലാത്തൊരു അവസ്ഥയിലാ ഞാൻ നിൽക്കുന്നേ. എന്തും ചെയ്തു പോകുന്നൊരവസ്ഥയിലാ. അള മുട്ടിയ ചേരയും കടിക്കുന്ന പറയുന്നേ. ഒടുവിൽ എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. പൊന്നം എടോ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദനയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ അത് എന്റെ മേലേക്കിലോടോ കെട്ടിവെക്കേണ്ടത്. അബൂബക്കറെ, ഇനി എന്റെയോ എന്റെ കുടുംബത്തിന് നേരെയോ നിന്റെ നിഴലെങ്ങാനും പതിഞ്ഞ പിന്നെ നിനക്ക് മാപ്പുണ്ടാവില്ല. അബൂബക്കറെ, കൊല്ലും ഞാൻ, കൊന്നുകളയും ഞാൻ. വിഷ്ണുവാണായി പറയുന്നേ. നിങ്ങൾ ഇതിന്റെ അടിഭാഗം ഒന്നും അടിച്ചു വാരാറില്ലേ പിള്ളേരെ? കൂട്ടി കൂട്ടി എല്ലാം കൂടെ അതിന്റെ അടിയിലേക്ക് അടിച്ചു തള്ളും. രണ്ടും മടിച്ചുകളാ. മേലരങ്ങി രണ്ടും പണിയെടുക്കില്ല. രാവിലെ അവിടെ തൂത്തത് ശ്യാമയാ. ആ, ഇവളാണെങ്കി പിന്നെ ഒട്ടും കുനിയേയില്ല. അടിച്ചു വാരുമ്പോ കിടക്കുന്ന പൊടി തനിയെ അവളുടെ അടുത്തേക്ക് ചെല്ലണം. അല്ലാതെ അവളായിട്ട് ബുദ്ധിമുട്ടി ഒന്നും ചെയ്യില്ല. അമ്മേ, അമ്മേ, ശാലിനിയല്ലേ?